ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ അതായത് ഗണിതത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണാൻ പോകുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആക്ടിവിറ്റി 1. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC? ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലേ. അതിൽ AB ബേസ് 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏരിയ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് പരപ്പളവാണ് കാണേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കാണുക? ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5 എത്രയാണ്? 60. അപ്പോൾ 60/2 30. 30 ആണ് ട്രയാങ്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏരിയ. അടുത്തത് B ക്വസ്റ്റ്യൻ ആണ്. A right triangle has the same area of this triangle ABC if one of its perpendicular sides is 12 cm. What is the length of the other side? ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണത്തിൻ്റെ ലംബവശങ്ങളിലൊന്ന് 12 സെൻറ്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ലംബവശത്തിൻ്റെ നീളം എത്രയാണ്? ഹാഫ് BH ആണ് ഏരിയ അല്ലേ. അത് നമുക്കിവിടെ നേരത്തെ തന്നെ നമ്മൾ 30 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണെന്ന് പറഞ്ഞു? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് BH is equal to 30 × 2 എന്ന് എഴുതാം. 30 × 2 എത്രയാണ്? 60. B × H എത്രയാണ്? 12. B × 12 is equal to 60. അപ്പോൾ നമ്മൾ B എങ്ങനെ കാണും? B is equal to 12 അപ്പുറത്തേക്ക് പോകും അല്ലേ. 60/12 5 സെൻറ്റിമീറ്റർ. അതായത് 30 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള മട്ട ത്രികോണത്തിൻ്റെ രണ്ടാമത്തെ വശത്തിൻ്റെ അളവ് എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തത് C ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ? ആ മട്ട ത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് വശം നമ്മൾ കണ്ടുപിടിച്ചു. 12 സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു വശം എത്രയാണ്? 5 എന്നും നമ്മൾ കണ്ടുപിടിച്ചല്ലേ. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 12 സെൻറ്റിമീറ്റർ ലംബവശം കുത്തനെയുള്ള വശം, 5 സെൻറ്റിമീറ്റർ ബേസ് വരച്ചു. അടുത്ത വശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 12² + 5² = H². H ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. 12² എത്രയാണ്? 144. 5² 25. 144 + 25 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 169 കിട്ടും. 169 എന്ന് പറയുന്നത് H² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് H ആണ്. √169 കണ്ടാൽ നമുക്ക് H കിട്ടും. എത്രയാണ്? 13. 13 × 13 ആണ് 169 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 13 സെൻറ്റിമീറ്റർ. അടുത്തത് D ക്വസ്റ്റ്യൻ ആണ്. ആ മട്ട ത്രികോണം വരയ്ക്കുക. അതായത് നമുക്കിപ്പോൾ കിട്ടിയ മട്ട ത്രികോണം അതായത് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ വരച്ചിട്ടുണ്ടല്ലേ, പകുതി നമ്മൾ വരച്ചിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ കുത്തനെയുള്ള വശം, ബേസ് 5 സെൻറ്റിമീറ്റർ. അടുത്ത നീളം കൂടിയ വശത്തിൻ്റെ നീളം നമുക്കിപ്പോൾ കിട്ടി. എത്രയാണ്? 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്താൽ മതി. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. A shop offers 20 rupees reduction on each 100 rupees. If a watch of price 950 rupees is bought from this shop, how much reduction will we get? 100 രൂപയ്ക്ക് 20 രൂപ കിഴിവ് തരുന്ന കടയിൽ നിന്നും 950 രൂപ വിലയുള്ള വാച്ച് വാങ്ങുമ്പോൾ എത്ര രൂപ കിഴിവ് ലഭിക്കും? 100 രൂപയ്ക്ക് 20 രൂപ റിഡക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 രൂപയ്ക്ക് എങ്ങനെ എഴുതാം? 20/100 എന്ന് എഴുതാം. 950 രൂപയുടെ വാച്ചാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് എത്ര രൂപ കിഴിവ് ലഭിക്കും? 950 × 20/100. 0 ഒക്കെ വെട്ടിപ്പോയി കഴിയുമ്പോൾ 95 × 2 എത്രയാണ്? 190. 190. അപ്പോൾ എത്ര രൂപയാണ് കിഴിവ് ലഭിക്കുന്നത്? 190 രൂപയാണ് കിഴിവ് ലഭിക്കുന്നത്. അടുത്തത് B ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ദ റിഡക്ഷൻ ഓഫർ ഡിസ്പ്ലേഡ് ഇൻ എ ഷോപ്പ് ഇൻ കണക്ഷൻ വിത്ത് ഓണം. റിഡക്ഷൻ സെയിൽ 30% റിഡക്ഷൻ. ക്വസ്റ്റ്യൻ A. രാജു ബോട്ട് എ മൊബൈൽ ഫോൺ ഓഫ് കോസ്റ്റ് ₹7,500. വാട്ട് ഈസ് ദ എമൗണ്ട് ഹി ഹാസ് ടു പേ ആഫ്റ്റർ ദ റിഡക്ഷൻ? ഓണം പ്രമാണിച്ച് ഒരു കടയിൽ പ്രദർശിപ്പിച്ച പരസ്യ ബോർഡാണ് ഇത്. വമ്പിച്ച വിലക്കുറവ്, 30% കിഴിവ്.
ചോദ്യം ഇതാണ്, രാജു ഈ കടയിൽ നിന്ന് 7500 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങുന്നു. കിഴിവ് കഴിച്ച് ഫോണിന് നൽകേണ്ട വില എത്രയാണ്? എത്ര രൂപയാണ് കിഴിവ് ലഭിക്കുക? 30%. 100 രൂപയ്ക്ക് എത്രയായിരിക്കും? 100 - 30 = 70. 70 ആയിരിക്കും അല്ലേ? അപ്പോൾ 7500 × 70/100 0 വെട്ടിപ്പോയി കഴിയുമ്പോൾ 750 × 7 5250 രൂപ. 5250 രൂപ എന്ന് എഴുതണം കേട്ടോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ലിസി ഗോട്ട് എ റിഡക്ഷൻ ഓഫ് 3600 rupees വെൻ ഷീ ബോട്ട് എ ടി വി ഫ്രം ദിസ് ഷോപ്പ്. വാട്ട് വാസ് ദ പ്രൈസ് ഓഫ് ദിസ് ടി വി ഡിസ്പ്ലേഡ് ഇൻ ദി ഷോപ്പ്? ലിസി ഇവിടെ നിന്ന് ഒരു ടി വി വാങ്ങിയപ്പോൾ 3600 രൂപ കിഴിവ് കിട്ടി. ടി വിക്ക് കടയിൽ പ്രദർശിപ്പിച്ച വില എത്രയാണ്? ഇവിടെ ടി വി വാങ്ങിയപ്പോൾ കിഴിവ് കിട്ടിയത് എത്ര രൂപയാണ്? 3600 രൂപയാണല്ലേ. കടയിൽ പ്രദർശിപ്പിച്ച വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് ഇതും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എത്രയായിരിക്കും ടി വിയുടെ വില? 12000 രൂപ. ഉത്തരം 12000 രൂപയാണ്. Next, activity 3. If the middle number of 3 consecutive even numbers is taken as x, what will be the first number? അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളിൽ നടുവിലെ സംഖ്യ x എന്നെടുത്താൽ ചെറിയ സംഖ്യ ഏതാണ്? x + 2, x - 2, 2x, x - 1 ഏതാണ്? അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകൾ 2, 4, 6 അങ്ങനെ എടുത്തു നോക്കിയാൽ എക്സ് നടുക്കത്തേതാണ്. 4x ആണെങ്കിൽ, 4 എന്ന് പറയുന്നത് x ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 4 - 2 2 അല്ലേ? 4 + 2 6. അപ്പോൾ അതിൽ ചെറുത് ഏതാണ്? 4 - 2 ആണ് ചെറുതല്ലേ? അപ്പോൾ x - 2. ആൻസർ x - 2. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. 2 + 4 + 6 = 12. 4 + 6 + 8 = 18. 6 + 8 + 10 = 24. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻ. അതായത് ഇതേ ശ്രേണിയിൽ വരുന്ന അടുത്ത 2 വരികൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും എഴുതുക? ഇവിടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2 ഇവിടെ പ്ലസ് ചെയ്ത് വന്നിരിക്കുന്നത്. ആദ്യത്തെ ലൈനിൽ നിന്ന് രണ്ടാമത്തെ ലൈനിലേക്ക് എത്തുമ്പോൾ നടുക്കത്തെ മിഡിലിൽ വരുന്ന സംഖ്യ ആദ്യം വരും. അങ്ങനെ പ്ലസ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 8 + 10 + 12 = 30. 10 + 12 + 14 = 36. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആൻഡ് ദർ മിഡിൽ നമ്പർ? ഇവിടെ തന്നിരിക്കുന്ന ഈ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മും അതുപോലെ തന്നെ മിഡിൽ നമ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്. ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് വിൽ ബി ഈക്വൽ ടു 3 ടൈംസ് ഓഫ് ദ മിഡിൽ നമ്പർ. അതായത് അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുക അവയിലെ നടുവിലെ സംഖ്യയുടെ 3 മടങ്ങാണ്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ആണ്. കണ്ടെത്തിയ ബന്ധം ബീജഗണിതം അല്ലെങ്കിൽ ആൾജിബ്ര ഉപയോഗിച്ച് വിശദീകരിക്കുക. എങ്ങനെ എഴുതും? x - 2 + x + x + 2 = 3x. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മിഡിലിൽ വരുന്നത് x ആണെങ്കിൽ ചെറുത് എത്രയാണ്? x - 2. വലുത് x + 2. 3 കൂടി കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 3x. 3 മടങ്ങാണ് അല്ലേ? അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ ആസ് 40 സെൻറ്റിമീറ്റർ? 40 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു സൈഡിൻ്റെ നീളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? സമചതുരം എല്ലാ വശങ്ങളും ഒരുപോലെയാണല്ലേ? 4 വശങ്ങളുണ്ട്. 40/4 = 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? സൈഡ് ഇൻറ്റു സൈഡ്, വശം ഇൻറ്റു വശമാണല്ലേ? 10 × 10 = 100 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഉത്തരം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. വി ക്യാൻ റൈറ്റ് 1764 =
2 square into 3 square into 7 square. What is the length of the one side of a square of area 1764 square centimeter? 1764 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ 1764 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് 1764 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡാണ്, വശം ഇൻറ്റു വശം, എൽ ഇൻറ്റു എൽ എന്ന് നമുക്ക് എഴുതാം 1764. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1764 എന്ന് എഴുതാം. എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1764. എത്രയായിരിക്കും കിട്ടുക? 42 സെൻറ്റിമീറ്റർ. 42 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദി ഗിവൺ ഫിഗർ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ചിത്രം നോക്കുക. ചിത്രത്തിൽ ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം തന്നിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ. നീളം കൂടിയ വശത്തിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. എച്ച് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കിട്ടിയാലേ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 15 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ. 15 സ്ക്വയർ എത്രയാണ്? 225. 225 പ്ലസ് 225 ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ആണല്ലേ. എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഏരിയ. സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഒരു സൈഡാണല്ലോ. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡാണ് എച്ച് സ്ക്വയർ. എച്ച് സ്ക്വയർ ആണ് ഏരിയ 450. നമുക്ക് കിട്ടിയ ഉത്തരം 450 സെൻറ്റിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 24 1/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഏരിയ 24.5 സ്ക്വയർ സെൻറ്റിമീറ്റർ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏരിയ ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് 3.5 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 3.5 സ്ക്വയർ പ്ലസ് 3.5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 24.5. 3.5 സെൻറ്റിമീറ്റർ വീതം വശങ്ങളുള്ള മട്ട ത്രികോണത്തിൻ്റെ കർണത്തിൽ വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് 3.5 സ്ക്വയർ പ്ലസ് 3.5 സ്ക്വയർ 24.5 ആണ്. ഇവിടെ ചിത്രത്തിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ചിട്ട് അതിൻ്റെ വശം വികർണമായി മറ്റൊരു സമചതുരം കൂടി വരച്ചാലും മതി. Next, activity 5. A Kudumbashree unit took a loan of rupees 4,80,000 from a cooperative bank for a period of 1 year to start a computer institute. The bank collect 6.1/4% interest for 1 year. They spend 60% of the amount to buy computers and the rest to buy furniture. Question number A. What is the fraction corresponding to 6.1/4%? ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുന്നതിന് കുടുംബശ്രീ കൂട്ടായ്മ ഒരു സഹകരണ ബാങ്കിൽ നിന്നും 4,80,000 രൂപ ഒരു വർഷ കാലാവധിക്ക് വായ്പ എടുക്കുന്നു. ബാങ്ക് ഒരു വർഷത്തേക്ക് 6.25% പലിശ കണക്കാക്കുന്നു. വായ്പാ തുകയുടെ 60% കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിനും ബാക്കി തുക ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും വിനിയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6.25% തുല്യമായ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി 1/16 ആണ് ഉത്തരം. അടുത്തത് ബി ക്വസ്റ്റ്യൻ. ഹൗ മച്ച് എമൗണ്ട് ഈസ് സ്പെൻഡ് ഓൺ ബൈയിങ് കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ചെലവഴിക്കുന്ന തുക എത്രയാണ്? ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടല്ലേ, 60% എന്ന് തന്നിട്ടുണ്ട്. 4,80,000 ആണ് മൊത്തത്തിലുള്ളത്. അതിൻ്റെ 60%. 4,80,000 ഇൻറ്റു 60/100 ഇസ് ഈക്വൽ ടു 2,88,000 രൂപ. ഉത്തരം 2,88,000 രൂപ. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട്സ് യൂസ്ഡ് ഫോർ ബൈയിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഫർണിച്ചർ? ഫർണിച്ചർ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന തുക കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ചെലവഴിച്ച തുകയേക്കാൾ എത്ര രൂപ കുറവാണ്? കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിനും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും ഉപയോഗിച്ച തുകകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ശതമാനം എത്രയാണ്?
60% കമ്പ്യൂട്ടറുകൾ വാങ്ങിയതല്ലേ? അപ്പോൾ ബാക്കിയുള്ള 40% ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് ഉപയോഗിച്ചു. അപ്പോൾ വ്യത്യാസത്തിൻ്റെ ശതമാനം 60 - 40 = 20%. തുകകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കാണുക? 4,80,000 ഇൻറ്റു 20/100 = 96,000 രൂപ. ആൻസർ 96,000 rupees. Next, D question. What is the amount to be paid in the bank after 1 year? ഒരു വർഷം കഴിഞ്ഞ് ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ്? ഒരു വർഷത്തേക്ക് 6.25% പലിശ അല്ലേ? അതിനെ നമ്മൾ ഭിന്നസംഖ്യയാക്കി 1/16 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4,80,000-നെ 1/16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 30,000 രൂപ. ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട തുക 4,80,000 പ്ലസ് 30,000 എത്രയാണ് മൊത്തം? 5,10,000 രൂപ. 5,10,000 rupees. Next, activity 6. The numbers given below are got by starting with 11 and adding the number 9 again and again. 11, 20, 29, 38, etc. What is the largest 2-digit number among these numbers? 11 തുടങ്ങി വീണ്ടും 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് ചുവടെ കാണുന്നത്. 11, 20, 29, 38 അങ്ങനെ തുടർന്നു പോകുന്നു. ഈ സംഖ്യാകൂട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? ബാക്കി നമുക്ക് എഴുതി നോക്കാം. 11, 20, 29, 38 അടുത്തത് എത്രയായിരിക്കും? 9 കൂടി വരുന്നതല്ലേ? 47 അടുത്തത് 56, 65, 74, 83, 92 ഏതാണ് ഏറ്റവും വലുത്? 92. നെക്സ്റ്റ്, ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഈച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ബൈ 9? ഈ സംഖ്യാകൂട്ടത്തിലെ ഏത് സംഖ്യയെയും 9 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ്? അതായത് 9 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ ബാലൻസ് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എത്രയാണ്? 11 അല്ലേ? 11നെ 9 കൊണ്ട് ഹരിച്ചാൽ ബാലൻസ് 2 കിട്ടും. 20നെ 9 കൊണ്ട് ഹരിച്ചാലും ബാലൻസ് 2 കിട്ടും. 29നെ ഹരിച്ചാലോ? 3 9s 27, ബാലൻസ് 2. അങ്ങനെ ഇവിടെ തന്നിരിക്കുന്ന ഏത് നമ്പറിനെയും 9 കൊണ്ട് ഹരിച്ച് നോക്കുമ്പോൾ ബാലൻസ് എത്രയാണ് കിട്ടുക? 2. അപ്പോൾ ഉത്തരം 2. നെക്സ്റ്റ്, സി ക്വസ്റ്റ്യൻ ആണ്. 200 എന്ന സംഖ്യ ഈ സംഖ്യാകൂട്ടത്തിൽ ഉണ്ടാകുമോ? 200 ഈ സംഖ്യാകൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടാകുമോ? യെസ്, ഉണ്ടാകും. അടുത്തത് ഡി ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ കോമൺ ഫോം ഓഫ് ദീസ് നമ്പേഴ്സ് യൂസിങ് ആൾജിബ്ര. ഈ സംഖ്യാകൂട്ടത്തിൻ്റെ പൊതുവായ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്ര എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് എഴുതുക? ഇതിൻ്റെ പൊതുവായ പ്രത്യേകത എന്താണ്? 9n + 2. അതായത് ഇവിടെ n എന്ന് പറയുന്നത് 1, 2, 3, 4 അങ്ങനെ വരും. 9 × 1 + 2 എത്രയാണ്? 11. 9 × 2 + 2, 9 × 2 എത്രയാണ്? 18. 18 + 2 20. അങ്ങനെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതല്ലേ? അപ്പോൾ ആൾജിബ്ര എഴുതാൻ പറഞ്ഞാൽ 9n + 2. അടുത്തത് ആക്ടിവിറ്റി 7. Among the set of numbers given below, which set of numbers can be the sides of a right triangle? 7, 8, 9, 6, 8, 10, 5, 10, 15, 8, 10, 12. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് സെറ്റ് സംഖ്യകളാണ് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെ അളവുകളാകാവുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 6, 8, 10. നെക്സ്റ്റ്, B question. The adjacent sides of the rectangle are 8 cm and 3 cm. What is the area of a square drawn on the diagonal of this rectangle? ഒരു ചതുരത്തിൻ്റെ അടുത്തടുത്ത വശങ്ങളുടെ നീളങ്ങൾ 8 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആകുന്നു. അതിൻ്റെ വികരണത്തിൽ വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ? അതിൽ നോക്കുക. അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 8 മീറ്റർ 3 മീറ്റർ 12 മീറ്റർ അല്ലേ? സെൻറ്റിമീറ്റർ അല്ല കേട്ടോ, ചോദ്യത്തിൽ സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മീറ്ററാണ്. മീറ്ററിലാണ് പറയേണ്ടത്. എങ്ങനെയാണ് നമ്മൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക? 8 സ്ക്വയർ + 3 സ്ക്വയർ = 73 സ്ക്വയർ സെൻറ്റിമീറ്റർ. നെക്സ്റ്റ്, സി ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് ദ ഡ്രോയിങ് ഓഫ് എ പ്ലോട്ട്. What is the area of square shaped plot given in the figure? What is the total area of the plot?
ചിത്രത്തിൽ കാണുന്നത് ഒരു പറമ്പിൻ്റെ രേഖാചിത്രമാണ്. സമചതുരാകൃതിയിലുള്ള സ്ഥലത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? മുഴുവൻ സ്ഥലത്തിൻ്റെയും പരപ്പളവ് കണക്കാക്കുക. ഏരിയ ഓഫ് സ്ക്വയർ, സമചതുരത്തിൻ്റെ പരപ്പളവ് ഈസ് ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 12 അവിടെ താഴെ തന്നിട്ടുണ്ടല്ലേ. 5 എങ്ങനെയാണ് കിട്ടിയത്? 8 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ 5 മീറ്റർ 3 മീറ്റർ എന്ന് എഴുതി. അപ്പോൾ നമുക്ക് 5 കിട്ടി. 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 സ്ക്വയർ മീറ്റർ. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കിട്ടി. ഇനി റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഹാഫ് ഇൻറ്റു ബി എച്ച് അല്ലേ. ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5 എത്രയാണ്? 30. അടുത്തത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ്. ആ താഴത്തെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. 12 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 36. ടോട്ടൽ ഏരിയ എത്രയാണ്? 169 പ്ലസ് 30 പ്ലസ് 36 ഈസ് ഈക്വൽ ടു 235 സ്ക്വയർ മീറ്റർ. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. ദ പി ചാർട്ട് ഷോസ് ദ ആനുവൽ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഇൻ എ സ്റ്റേറ്റ്. ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ദി കോൺ? 15%, 5%, 10%, 40%. ഒരു സംസ്ഥാനത്തിലെ വിവിധ കാർഷിക വിളവുകളുടെ 2024 വർഷത്തെ ഉൽപ്പാദനം കാണിക്കുന്ന വൃത്തചിത്രമാണ് ഇത്. ആകെ ഉൽപ്പാദനത്തിൻ്റെ എത്ര ശതമാനമാണ് ചോളം? ചോളത്തിൻ്റേത് മാത്രമാണ് അവിടെ തരാത്തത്, ബാക്കിയെല്ലാം അവിടെ തന്നിട്ടുണ്ടല്ലേ. 40% ഗോതമ്പ്, 25% കരിമ്പ്, നെല്ല് 15%, പയർവർഗ്ഗം 15%. അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടുക? 95. ആകെയുള്ള ശതമാനം എന്ന് പറയുന്നത് എത്രയാണ്? 100%. 100%ത്തിൽ 95% കുറച്ചാൽ ബാക്കി 5%. ചോളം എത്രയാണ്? 5%. അടുത്തത് ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൊഡക്ഷൻ പെർസെൻറ്റേജ് ഓഫ് റൈസ് ആൻഡ് വീറ്റ്? റൈസും വീറ്റും തമ്മിലുള്ള പ്രൊഡക്ഷൻ്റെ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും? വീറ്റിൻ്റെ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ശതമാനം എത്രയാണ്? 40. റൈസിൻ്റെ 15%. 40 മൈനസ് 15 എത്രയാണ്? 25%. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ദി സ്റ്റേറ്റ് ഈസ് 4800 tons in the state, how much ton is the production of wheat? സംസ്ഥാനത്തെ ആകെ കാർഷിക ഉൽപ്പാദനം 4800 ടൺ ആണെങ്കിൽ ആ വർഷത്തെ ഗോതമ്പ് ഉൽപ്പാദനം എത്ര ടണ്ണാണ്? ഇവിടെ ബിയും സിയും ക്വസ്റ്റ്യൻ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ സി ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിൽ ബി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. സംസ്ഥാനത്തെ ആകെ കാർഷിക ഉൽപ്പാദനം 4800 ടണ്ണാണ്. ആ വർഷത്തെ ഗോതമ്പിൻ്റെ ഉൽപ്പാദനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഗോതമ്പ് എത്ര ശതമാനമാണെന്ന് അവിടെ തന്നിട്ടുണ്ട്? 40% അല്ലേ. അപ്പോൾ 4800 ഇൻറ്റു 40/100 എത്രയാണ് ആൻസർ കിട്ടുക? 1920 ടൺ. 1920 ടൺ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി പി ചാർട്ട് what is the central angle of the part showing the production of sugarcane? വൃത്തചിത്രത്തിൽ കരിമ്പുൽപാദനം കാണിച്ച ഭാഗത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവ് എത്രയാണ്? ഒരു വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 360 ഡിഗ്രിയാണ്. ഷുഗർ കെയിൻ എത്ര ശതമാനമാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 25%. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 360 ഇൻറ്റു 25/100 എത്രയാണ്? 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയാണ് ആൻസർ. അങ്ങനെ നമ്മുടെ മാത്സിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.